എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ചില ഘട്ടങ്ങൾ ഉണ്ടാകും. എന്ത് ചെയ്താലും മുന്നോട്ട് പോകാത്ത സമയം, കഷ്ടപ്പാട് മാത്രം വർദ്ധിച്ച് ഫലമൊന്നും കിട്ടാത്ത അവസ്ഥ, ബന്ധങ്ങൾ അകലുന്നു, മനസ്സ് തളരുന്നു, ഭാഗ്യം പോലും നമ്മളെ വിട്ടുപോയതുപോലെ തോന്നുന്നു. ഇത്തരം സമയങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: എന്താണ് എൻ്റെ ജീവിതത്തിൽ തെറ്റായി പോകുന്നത്? അതിന് ചിലർ ജ്യോതിഷത്തെ ആശ്രയിക്കും, ചിലർ വിശ്വാസത്തെ ആശ്രയിക്കും, മറ്റു ചിലർ ദൈവത്തെ ആശ്രയിക്കും. അങ്ങനെ തന്നെ വളരെ പഴമയുള്ള ഒരു വിശ്വാസ രീതിയാണ് തൊടുകുറി. ഇവിടെ സംഖ്യകളുടെ അടിസ്ഥാനം ഉപയോഗിച്ചുള്ള ആത്മീയ നിർദ്ദേശമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ ഞാൻ നൽകുന്നത്. ഇത് ഒരു കളിയല്ല, ഇതൊരു അന്ധവിശ്വാസമെന്ന് ചിലർ പറയാം. പക്ഷേ വിശ്വാസത്തോടെ ചെയ്താൽ ചിലർക്കെങ്കിലും മാനസികമായൊരു ആശ്വാസവും ദിശയും നൽകുന്ന ഒരു രീതിയാണിത്. ഈ വീഡിയോയിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ വിഷമം ഓർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകളായി നടക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം ഓർക്കുക. കണ്ണുകൾ അടയ്ക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ 2 സംഖ്യകളിൽ 3 അല്ലെങ്കിൽ 7 എന്ന 2 സംഖ്യകളിൽ നിന്ന് ഒന്ന് മനസ്സിൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംഖ്യ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയും അതിൽ നിന്നുള്ള ഒരു മാർഗവും സൂചിപ്പിക്കുന്നു എന്ന് ഈ വിശ്വാസം പറയുന്നു. അതിനായി നിങ്ങൾ ഈ 2 സംഖ്യകളിൽ നിന്ന് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയ ആ സംഖ്യ മാത്രം തിരഞ്ഞെടുക്കുക. സംഖ്യകൾ മാറ്റി മാറ്റി തിരഞ്ഞെടുക്കാതെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ തെളിഞ്ഞു വന്ന ഈ സംഖ്യയാണ് എനിക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നിയ സംഖ്യ മാത്രമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അതായിരിക്കും നിങ്ങൾക്ക് കൃത്യമായ ഫലം പറഞ്ഞു തരിക. ഇതിനോടകം തന്നെ ഇതിൽ നിന്നും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അതിൻ്റെ വ്യക്തമായ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ 3 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ്. നിങ്ങൾ 3 എന്ന സംഖ്യ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് സാധാരണയായി ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്ഥിരതയുടെ അഭാവം ഉണ്ടെന്ന സൂചന. പുറമേ കാണുമ്പോൾ എല്ലാം സാധാരണ പോലെ തോന്നിയാലും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സമ്മർദ്ദവും ആശങ്കയും നിറഞ്ഞിരിക്കാം. നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നമ്പർ തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി നല്ല മനസ്സുള്ളവരാണ്. എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും തെറ്റായ ആളുകളെ വിശ്വസിച്ചവരുമാകാം. അതുപോലെ തന്നെ നിങ്ങൾ സഹായിക്കാൻ തയ്യാറായ വ്യക്തിയാണ്. പക്ഷേ പലപ്പോഴും നിങ്ങളെ ഉപയോഗിച്ച് ആളുകൾ മറ്റൊരു രീതിയിൽ ആ സഹായത്തെ വളച്ചൊടിച്ച അനുഭവവും നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും, വളരാൻ ആഗ്രഹമുണ്ടാകും, പക്ഷെ എവിടെയോ ഒരു തടസ്സം എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം ഒരു ഘട്ടത്തിലെത്തിയിട്ട് മുന്നോട്ട് പോകാതെ നിൽക്കുന്ന പോലെ തോന്നുന്ന അവസ്ഥ. അതുപോലെ തന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങളുടെ സൂചനയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ നമ്പർ, അതായത് 3 എന്ന നമ്പർ വളരെ ശക്തമായി കാണിക്കുന്നത് സാമ്പത്തിക സമ്മർദ്ദമാണ്. എത്ര ശ്രമിച്ചാലും പണം നിലനിൽക്കാത്ത അവസ്ഥ, കടമടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ ബാധ്യതകൾ വരുന്നത്, കുടുംബ ചുമതലകൾ കൂടുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നും, എനിക്ക് ഭാഗ്യം ഒട്ടുമില്ലേ എന്ന്. ഇത് സാധാരണ പ്രശ്നമല്ല, ഇതൊരു മാനസിക തളർച്ചയിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ അടുത്ത ആളുകളുമായി ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ടാകാം. അതുപോലെ തന്നെ ചിലർ നിങ്ങളെ മനസ്സിലാക്കാതെ പോകാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ അകന്നു നിൽക്കാൻ ശ്രമിച്ചിരിക്കാം. ഇത് നിങ്ങളെ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് തള്ളിയേക്കാം. അതുപോലെ തന്നെ ഇതിനൊക്കെയുള്ള ചില പരിഹാരങ്ങളുണ്ട്. ഇവിടെ പറയുന്ന പരിഹാരം ഒരു മന്ത്രം പോലെയല്ല പ്രവർത്തിക്കുന്നത്, പക്ഷെ ഒരു ആത്മീയ റീകണക്ഷനാണ് അവിടെ നടക്കുന്നത്. കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് കുടുംബക്ഷേത്രം എന്നത്. പലർക്കും അറിയില്ല നമ്മുടെ കുടുംബത്തിനൊരു ആത്മീയ ബന്ധമുള്ള സ്ഥലം ഉണ്ടാകാറുണ്ട് എന്ന്. അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ഒരു എനർജി റീസെറ്റ് പോലെയാണ് എന്ന് വിശ്വാസം പറയുന്നു. മറ്റേത് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിലും 100 ഇരട്ടി ഫലമാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു എനർജി. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബക്ഷേത്രം കണ്ടെത്തുക എന്നതാണ്. അവിടെ പോയി ശാന്തമായി ഇരിക്കുക.
ദൈവത്തോട് നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയുക. ഇതൊരു ആചാരമല്ല, ഇത് ഒരു ഹൃദയ ബന്ധമാണ്. അതുപോലെ തന്നെ നാണയ ഒഴിച്ചിൽ, അതിൻ്റെ ഉള്ളർത്ഥം എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു രൂപ നാണയം എടുക്കുക, തലയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം നിങ്ങൾ ഒഴിയുക. ഇതൊരു സിംബോളിക് ആക്ഷനാണ്. അതായത് നിങ്ങളുടെ നെഗറ്റീവ് എനർജി ആ നാണയത്തിലേക്ക് മാറ്റുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചു കൊണ്ടുവേണം നിങ്ങൾ തലയിൽ ഈ ഒരു നാണയം ഒഴിയാനായിട്ട്. പിന്നീടത് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക, സമർപ്പിക്കുക. ഇത് മനസ്സിനൊരു റിലീസ് നൽകും. ഇപ്പോൾ ഈ ഒരു കർമ്മം എല്ലാവർക്കും നിർവഹിക്കാൻ പറ്റണമെന്നില്ല. കാരണം നാട്ടിലില്ലാത്ത ചിലരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകും. വിദേശത്തുള്ളവർ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു രൂപ നാണയമെടുത്ത് അത് തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം അത് ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക. അതിനുശേഷം നാട്ടിലെത്തിയതിനു ശേഷം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ ഇത് സമർപ്പിച്ചാൽ മതിയാകും. ഇവയെല്ലാം ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങളല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വിശ്വാസത്തോടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പോസിറ്റീവാകും. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും, നിങ്ങളുടെ സമീപനം മാറും. അതാണ് യഥാർത്ഥ മാറ്റം എന്നത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ 3 തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇത് സ്ഥിരമായ അവസ്ഥയല്ല. നിങ്ങൾ വീണ്ടും ഉയരാൻ കഴിയും. പക്ഷെ അതിന് വേണ്ടത് വിശ്വാസവും ക്ഷമയും ആത്മീയമായൊരു ബന്ധവുമാണ്. ഇനി അടുത്തതായി 7 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ 7 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു സാധാരണ സംഖ്യയല്ല, അത് ഒരു ഗൗരവമുള്ള മാനസിക അവസ്ഥയുടെ പ്രതിഫലനമാണ്. ജീവിതത്തിൽ ചില ആളുകളുണ്ടാകും, പുറമേ നോക്കുമ്പോൾ അവർ സാധാരണ പോലെ ജീവിക്കുന്നു എന്ന് തോന്നും. പക്ഷെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് ആരും കാണില്ല. ചില വേദനകൾ ശബ്ദമില്ലാതെ ജീവിക്കുന്നു. ചില വിഷമങ്ങൾ കണ്ണീരാകാനും സമയം കണ്ടെത്തുന്നില്ല. അങ്ങനെ ഉള്ളിൽ അടച്ചുവെച്ച ഒരു കടൽ പോലെ ജീവിക്കുന്ന ആളുകളാണ് ഈ 7 എന്ന സംഖ്യ തിരഞ്ഞെടുക്കുന്നവർ. ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന വേദന, അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷത ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തു പറയുന്ന ആളല്ല. നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിലും ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളാണ് 7 എന്ന അക്കം തിരഞ്ഞെടുത്ത ആൾക്കാർ. ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന അവസ്ഥ. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്തുകൊണ്ടാണ്? പക്ഷേ നിങ്ങൾ അത് ആരോടും തുറന്നു പറയുന്നില്ല. മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും ഈ നമ്പർ തിരഞ്ഞെടുക്കുന്നവർക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് നിശബ്ദമാകുന്നില്ല. പഴയ സംഭവങ്ങൾ, ഭാവിയിലെ ഭയം, ചെയ്യാത്ത കാര്യങ്ങളുടെ വിഷമം, ഇവ എല്ലാം ഒരുമിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അത് ഉറക്കം കുറയ്ക്കാൻ കാരണമാകുന്നു, ശരീരം തളർന്നു പോവാൻ കാരണമാകുന്നു. പക്ഷെ മനസ്സ് അവിടെ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ സാമ്പത്തികവും കുടുംബപരമായിട്ടുള്ള ചുമതലകളും നിങ്ങൾക്ക് കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചുമതലകൾ വളരെ കൂടുതലായിരിക്കും. അതായത് കുടുംബത്തിന്റെ ഭാരം നിങ്ങളുടെ മേലായിരിക്കും. മക്കളുടെ ഭാവി, വിവാഹ ചിന്തകൾ, കടബാധ്യതകൾ. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നും, എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് കൈവിടുന്ന ആളല്ല. ഈ ഒരു 7 എന്ന നമ്പർ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ വളരെ ആഴമുള്ള മനുഷ്യരാണ്. സാധാരണ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കൂടുതലായി ബാധിക്കും. കാരണം നിങ്ങൾക്ക് ഉള്ളിൽ ഒരു സോഫ്റ്റ് നേച്ചർ ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന പെട്ടെന്ന് തന്നെ മനസ്സിലാകും. പക്ഷെ നിങ്ങളുടെ വേദന ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നും. നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ട്. അതായത് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന പരിഹാരം വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഉള്ള ആശയം വളരെ ആഴത്തിലുള്ളതാണ്. അതായത് രാത്രി സമയത്ത് ഉപ്പ് ഒഴിയൽ. 7 ദിവസം തുടർച്ചയായി 7 ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു നുള്ളു ഉപ്പെടുക്കുക. തലയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം ഒഴിയുക. അതിനുശേഷം ആ ഉപ്പ് വെള്ളത്തിൽ അലിയിക്കുക. അതായത് ഇവിടെ പ്രധാനമാണ് ഒരു സങ്കല്പമാണ് നിങ്ങളുടെ സങ്കല്പം.
അതായത് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ആ ഉപ്പിനൊപ്പം ഒഴുകിപ്പോകുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുക. ആ ഉപ്പ് നിങ്ങൾ തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത്, ശുദ്ധമായ വെള്ളമെടുത്ത് അതിൽ അലിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് കളയാവുന്നതാണ്. സിങ്കിലോ മറ്റോ ഒഴിച്ച് കളയാവുന്നതാണ്. വെള്ളം എന്നത് എല്ലായ്പ്പോഴും ശുദ്ധീകരണത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കളയുമ്പോൾ അതൊരു റിലീസ് പ്രോസസ്സാണ്. നിങ്ങളുടെ മനസ്സ് സമാധാനം, അതായത് ലൈറ്റ് ആകാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്ന ആ ചുറ്റുപാടും നിങ്ങളുടെ എനർജിയെ ബാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ആ വീട് വൃത്തിയാക്കുമ്പോൾ വെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞളും ചേർക്കുക. ഇതൊരു വിശ്വാസ രീതിയാണ്. നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാൻ സഹായിക്കും എന്ന് പറയപ്പെടുന്ന രീതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെന്റലി ഫ്രഷ് ഫീൽ ഉണ്ടാകാനും ഇത് സഹായിക്കുന്നു. പിന്നെ അതേപോലെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ദൃഷ്ടിദോഷമോ മറ്റോ ഉണ്ടായാൽ അപ്രതീക്ഷിതമായിട്ട് കരച്ചിൽ, ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ, അസ്വസ്ഥത, ഇവ പലരും ദൃഷ്ടിദോഷമായി കാണുന്നു. അപ്പോൾ അല്പം ഉപ്പെടുത്ത് കുഞ്ഞിന്റെ തലയ്ക്ക് ചുറ്റും ഒഴിയുക. അത് ഇതേപോലെ തന്നെ വെള്ളത്തിൽ അലിയിച്ച് കളയുക. ഇതൊരു ട്രഡീഷണൽ പ്രൊട്ടക്റ്റീവ് മെത്തേഡാണ്. ഇത് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഉപ്പ് ഒരു സാധാരണ വസ്തു മാത്രമല്ല. ഈ രീതിയിൽ അതൊരു എനർജി കാരിയറായി കാണുന്നു. അതുകൊണ്ട് ഉപ്പ് ചവിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ഇടരുത്. അത് കളയുമ്പോൾ ശ്രദ്ധയോടെ കളയുക. അതിനെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുക. ഇതൊരു മാജിക് അല്ല. ഒരു രാത്രിയിൽ ജീവിതം മാറില്ല എന്നതും നിങ്ങൾ ചിന്തിക്കണം. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളെ അത് മനസ്സിലാക്കുന്നു, അത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു, മനസ്സിനെ കാം ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ശക്തി. അതുപോലെ തന്നെ നിങ്ങൾ 7 തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു വലിയ മെസ്സേജ് കൂടിയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വേദനകൾ ഒരു ദിവസം നിങ്ങളുടെ ശക്തിയായി മാറും, നിങ്ങളുടെ സ്ട്രെങ്ത് ആകും. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ സമയം നിങ്ങളെ കൂടുതൽ ശക്തനായ ഒരാളാക്കി മാറ്റും. ജീവിതം ഒരിക്കലും ഒരേപോലെ പോകുന്നില്ല. ഒരിക്കൽ നമ്മൾ ഉയരത്തിലായിരിക്കും, മറ്റൊരു സമയം നമ്മൾ താഴ്ചയിലായിരിക്കും. പക്ഷെ ഒരു സത്യമാണ്, ഓരോ താഴ്ചയും ഒരു പുതിയ ഉയരത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് 3, 7 എന്ന 2 സംഖ്യകളുടെ ഒരു ലളിതമായ തിരഞ്ഞെടുപ്പാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു വലിയ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ 3 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജീവിതത്തിലെ തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ പരീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ. 7 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പുറത്ത് പറയാതെ ഉള്ളിൽ സഹിക്കുന്ന വേദനകളും മാനസിക സമ്മർദ്ദങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ടാകാം. പക്ഷെ ഇവ രണ്ടിലും ഒരു പൊതു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ വക്കിലാണ് എന്ന കാര്യം. ഈ പരിഹാരങ്ങളെല്ലാം ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, പകരം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ദിശ നൽകാനുമുള്ളതാണ്. അതായത് മാറ്റമുണ്ടാകുന്നത് ഒരു നാണയം ഒഴിയുന്നത് കൊണ്ടല്ല, ഒരു നുള്ളു ഉപ്പ് വെള്ളത്തിൽ കളയുന്നത് കൊണ്ടല്ല. ഈ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നാണ്, നിങ്ങളുടെ ചിന്തയിൽ നിന്നാണ്, നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങൾ കൈവിടാതെ നിന്നാൽ നിങ്ങൾ ഒരു ദിവസം എല്ലാം ശരിയാകും. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരൂ. നിങ്ങളുടെ ജീവിതത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തൂ. നിങ്ങളുടെ സാഹചര്യം സ്വീകരിക്കൂ. നിങ്ങൾക്ക് കഴിയുന്ന ചെറിയ കാര്യങ്ങൾ പോലും സ്ഥിരമായി ചെയ്യാൻ തുടങ്ങൂ. ഓർക്കുക, നിങ്ങൾ നേരിടുന്ന ഈ കഷ്ടപ്പാട് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, അത് ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതം മാറും, തീർച്ചയായും മാറും. പക്ഷെ അതിന് നിങ്ങൾ തന്നെ നിങ്ങളെ വിശ്വസിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.